വെൽക്കം ഫ്രണ്ട്സ്, മല്ലു കോടതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയൊരു കാറ്റഗറി ബ്ലോക്കിൽ കാണിക്കുന്ന ഒരു കാറ്റഗറിയെ കുറിച്ചാണ്. പ്രൊസീജിയേഴ്സ് എന്നാണ് ഒരു കാറ്റഗറി. ഇത് കഴിഞ്ഞിട്ട് ഒരു കാറ്റഗറിയും കൂടി നമ്മൾ വീഡിയോസ് വരുള്ളൂ. ഒരു ഡിക്ഷണറീസ് എന്നൊരു കാറ്റഗറി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ വരും. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു ഡാറ്റാബേസിനെ കുറിച്ച്, ഫയർ ബേസ് എന്ന ഡാറ്റാബേസിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആപ്പിലേക്ക് തുടങ്ങാം. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിൽ വെറും 2 ബ്ലോക്കുകളെ ഇവിടെ കാണിക്കുള്ളൂ. ഓക്കെ, ഇത് ഒരുപാട് യൂസേജ് ഉള്ള ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് യൂസേജ് ഉള്ള ആപ്പാണ്, ബ്ലോക്കാണ്. ഓക്കെ, ഇതൊരു ഫങ്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷനൊക്കെ നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരു പ്രോഗ്രാമിങ്ങിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. എത്ര വട്ടം വേണമെങ്കിലും കോൾ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് എത്ര വട്ടം, ഒരു 100 വട്ടമാണെങ്കിൽ അത്രയും വട്ടം എന്ത് ചെയ്യുക, ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു ഇതാണ് പ്രൊസീജിയർ ബ്ലോക്ക്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീജിയറിന് പേര് കൊടുക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ഒരു കാൽക്കുലേറ്റ് എന്നുള്ള ഒരു പേരിൽ ഞാൻ കൊടുക്കുകയാണ്. കാൽക്കുലേറ്റ് എന്നുള്ള ഇവിടെ ഒരു അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് എന്നുള്ളൊരു പ്രൊസീജിയർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഫീച്ചേഴ്സും എന്ത് ബ്ലോക്ക് വേണമെങ്കിലും ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ചെറിയൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഒരു രണ്ട് സംഖ്യകൾ നമ്മൾ കൊടുത്തിട്ടാണെങ്കിൽ അത് പ്ലസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് മൈനസ് ചെയ്യാനുള്ള, അത് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു ബ്ലോക്കാണിത്. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക്, അതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു പ്രോഗ്രാം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ 2 വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊരു മാത്ത് കാരണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്നുള്ള വാല്യൂ എടുക്കാം. ഓക്കെ, ഇത് ഞാൻ കോപ്പി ചെയ്യാം. ഇവിടെ എന്താണ് സെക്കൻഡ് എന്നുള്ള. ഓക്കെ, 2 വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ വെച്ചിട്ട് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ 2 വാല്യൂകൾ എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. അതിനാണ് ഈ കാൽക്കുലേറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അവിടെ ഒരു വാല്യൂ ആയിട്ട് 10 കൊടുത്ത് 20 കൊടുത്ത്. ഓക്കെ, ഇവിടെ കാൽക്കുലേറ്റ് നമുക്ക് ആദ്യം സമ്മ് ചെയ്ത് നോക്കല്ലേ. ഇവിടെ സമ്മ് എന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2 സമ്മ് ചെയ്യലാണ്, അഡീഷൻ ചെയ്യലാണ് ഈ പ്രൊസീജിയറിൻ്റെ ഫങ്ഷൻ എന്നുള്ളത്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ വാല്യൂകൾ എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്തിട്ട് അസൈൻ ചെയ്യാനുള്ള ബ്ലോക്കാണ് എന്ത്, സെറ്റ് എന്നുള്ള. ഓക്കെ, അപ്പോൾ ഇത് ഈ 2 വാല്യൂകളും ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനായിട്ട് സമ്മ് എന്നുള്ള പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സമ്മ്. ഓക്കെ, അപ്പോൾ ഈ സമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ 2 നമ്പറുകളും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആക്കേണ്ടത്. അപ്പോൾ സെറ്റിൽ പോയിട്ട് ഇവിടെ നമുക്ക് സമ്മാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സമ്മിനെ എന്തിലേക്ക് മാറ്റണം, ഈ 2 സംഖ്യകളും ചെയ്തിട്ടുള്ള ഈ 2 നിങ്ങളും സമ്മ് ചെയ്തിട്ടൊരു വാല്യൂ ആയിട്ട് സമ്മിലേക്ക് അസൈൻ ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാത്ത് ബ്ലോക്കിൽ പോയിട്ട് സമ്മിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ഈ 2 സംഖ്യകളും ഇതിൽ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ സെക്കൻഡ് എന്നുള്ള വേരിയബിൾ കിട്ടി, അതുപോലെ ഫസ്റ്റ് എന്നുള്ള വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ ഫങ്ഷൻ എന്താണ്, ഈ 2 സമ്മുകളും അഡീഷൻ ചെയ്തിട്ട് ഈ സമ്മ് എന്നുള്ള വാല്യൂയിലേക്ക് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. അതാണ് ഈ ഫംഗ്ഷൻ്റെ ചുമതല. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എപ്പോൾ വിളിച്ചിട്ടാണെങ്കിലും ഓക്കെ, ഈ ഫംഗ്ഷൻ എന്തായിട്ടുണ്ടാവും, ഇനി ഈ പ്രൊസീജിയർ ബ്ലോക്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കണ്ടോ, നേരത്തെ ഈ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. കാരണം ആദ്യം ഈ 2 ബ്ലോക്ക് നമ്മൾ കാണുന്നുള്ളതിനും ഇപ്പോൾ ഒരു പുതിയ ബ്ലോക്ക് കാൽക്കുലേറ്റ്സ് എന്ന് പറഞ്ഞ ബ്ലോക്ക് എന്തായിട്ടുണ്ട്, അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാൽക്കുലേറ്റ് സമയം എന്ത് ചെയ്യില്ല, അപ്പോൾ ഇപ്പം ഫംഗ്ഷൻ ചെയ്യൂല, കാരണം അത് നമ്മൾ കോൾ ചെയ്തിട്ടില്ല. പ്രൊസീജിയർ എന്ത് ചെയ്തിട്ടുള്ളൂ, ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കോൾ ചെയ്താൽ മാത്രമേ ഈ കാൽക്കുലേറ്റ് സം എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സ്ക്രീൻ ഇനീഷ്യലൈസ് എന്നുള്ള ബ്ലോക്ക് ഞാൻ ഉദാഹരണമായിട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ബട്ടണോ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴും ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ
ഫംഗ്ഷൻ ഈ പ്രൊസീജിയർ വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഈ പ്രൊസീജിയറിനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ നേരെ ഈ ഫംഗ്ഷനിൽ എന്താണ് അവർ ചെയ്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടും. ഇതാണ് ഒരു പ്രൊസീജിയർ ബ്ലോക്കിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊസീജിയർ ബ്ലോക്കിലേക്ക് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലേക്കൊരു പാരാമീറ്റർ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഈ ഫസ്റ്റ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് എന്നുള്ള ഇനീഷ്യലൈസ്, ഇത് രണ്ടും ഈ രണ്ട് ബ്ലോക്കുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇനി പ്രസ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് നമ്പറുകൾ ആദ്യം തന്നെ ഈ കോൾ ചെയ്യുമ്പോൾ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ പാരാമീറ്റേഴ്സിലേക്ക് വിളിക്കണം. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഏത് ഫംഗ്ഷനിൽ നമുക്കറിയാം, ഒരു ഫംഗ്ഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും പുറത്തുനിന്ന്. അതുപോലെ തന്നെയാണ് ഈ പ്രൊസീജിയർ ബ്ലോക്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്ത് ചെയ്യാം, പാരാമീറ്റേഴ്സ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെറ്റിങ്സിന് ക്ലിക്ക് ചെയ്യാം. അവിടെ ഇൻപുട്ട് എന്നുള്ളതുണ്ടാവും, ആ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഇതിലേക്ക് എന്ത് ചെയ്യും, കോൾ ചെയ്യും. കണ്ടോ, അപ്പോൾ ഞാനിവിടെ കൊടുത്തപ്പോൾ ഇവിടെ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടോ, ഇവിടെ നേരത്തെ ഒന്നുമില്ല, ജസ്റ്റ് കോൾ കാൽക്കുലേറ്റ് സം എന്നാണ് ബ്ലോക്ക് ഉള്ളത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, രണ്ട് പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യില്ല. അതിവിടെ കൊടുത്തോണ്ടാണ്, ഈ പാരാമീറ്റർ ഇവിടെ കൊടുത്തോണ്ടാണ്. ഇതിൻ്റെ പേര് മാറ്റാം, ഫസ്റ്റ് എന്ന് കൊടുക്കാനുള്ള. ഓക്കെ, ഇതിൻ്റെ പേര് അത് ഇതുപോലെ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ മാറും. ഇവിടെ സെക്കൻഡ് എന്ന് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ്. ഇത് എന്താണ് ഇവിടെ വാല്യൂ കൊടുത്തത് മാറ്റി, ഇത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനൊന്ന് ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പം എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പ്രത്യേക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഞാൻ നേരത്തെ ഇവിടെ എന്ത് ചെയ്ത് രണ്ട് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ നമുക്ക് വേരിയബിളൊന്നും ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് ഈ കോൾ ഈ ഫംഗ്ഷൻ ഈ പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് വാല്യൂസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കണ ഈ രണ്ട് വാല്യൂകൾ എന്ത് ചെയ്യണം, ഇതിൽ പ്ലസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഈ കൊടുക്കണ വാല്യൂ എന്തായിട്ട് ഇവിടെ കാണും, കണ്ടോ, ഫസ്റ്റ് എന്നുള്ള ഇതൊരു വാരിയബിൾ ആയിട്ട് ഇവിടെ ഇതിനുള്ളിൽ കാണും. ഈ പ്രൊസീജിയർ ബ്ലോക്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന വാരിയബിൾ. ഓക്കെ, ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സെക്കൻഡ് കിട്ടും. കണ്ടോ, അപ്പോൾ ഇതെന്താ സംഭവിക്കലെന്ന് വെച്ചാൽ ഈ ഫസ്റ്റിൽ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ ഫസ്റ്റ് ആയിട്ട് കിട്ടും, സെക്കൻഡിൽ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ സെക്കൻഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂകളും എന്ത് ചെയ്യും, അഡീഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്താണോ നമുക്ക് സമ്മായിട്ട് കിട്ടേണ്ടത് അതിൽ അസൈൻ ചെയ്യും. നേരത്തെ അതേ ഫംഗ്ഷനാണ് ഇത് ചെയ്യുക, പക്ഷേ കുറച്ചും കൂടി എന്ത് ചെയ്യും, ബ്ലോക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് യൂസേജുള്ള ബ്ലോക്കുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഓക്കെ, ഇതിൽ ഞാനൊരു 10 വാല്യൂ ഇവിടെ കൊടുക്കുകയാണ്, സം എന്നുള്ള വാല്യൂ. അതുപോലെ മാത്തിൽ 2 വാല്യൂ ഇവിടെ 10 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 20 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 വാല്യൂ ഇവിടെ പാസ് ചെയ്തു. അപ്പോൾ ഈ 2 വാല്യൂ എന്ത് ചെയ്യും, കിട്ടും. ഫസ്റ്റ് എന്നുള്ളത് 10 ആയിട്ടും കിട്ടും, സെക്കൻഡ് എന്നുള്ള 20 ആയിട്ടും കിട്ടും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് സം എന്നുള്ള വാല്യൂവിൽ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തേക്കും. അപ്പോൾ ഇതൊക്കെയാണ് പാരാമീറ്റർ പാസ് ചെയ്താലും അല്ല ചെയ്യാനുള്ള പ്രൊസീജിയർ. ഓക്കെ, ഇനി ഈ പ്രൊസീജിയറിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ കാണാം, ഇവിടെ കണ്ടോ, ഇത് കിട്ടിയ മാതിരി തന്നെ ഇവിടെ ആകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ. ഇത് വെച്ചിട്ടൊക്കെ ഒരുപാട് ഫങ്ഷൻ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഞാനിവിടെ ഒരു കാൽക്കുലേറ്റ് സം എന്നുള്ളൊരു ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഇതിനുള്ളിൽ ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബ്ലോക്കുകളുണ്ട്, അത് വെച്ചിട്ടൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ ഒക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡുലർ എന്നുള്ള പ്ലാറ്റ്ഫോം പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസിൽ ചെറിയ വീഡിയോ ആണ്, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, ചെറിയൊരു ബ്ലോക്കുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ ബ്ലോക്കായിട്ട് പരിചയപ്പെടാം, ഡിക്ഷണറീസ് എന്ന ബ്ലോക്കായിട്ട് ഞാൻ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.